അമ്മേ നാരായണ. ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്ന ഏതൊരാൾക്കും എല്ലാവിധ ബാധാദോഷങ്ങളും ശത്രുദോഷങ്ങളും എല്ലാ കഷ്ടതകളും മാറി സർവ സൗഭാഗ്യങ്ങളും കിട്ടുന്ന സമ്പത്തും നൽകുന്ന വരദായിനിയായ കാരുണ്യശാലിനിയായ കന്മഷനാശിനിയായ അമ്മയെക്കുറിച്ച് പറയുമ്പോൾ വിഷ്ണു സഹസ്രനാമാർച്ചനയും ലളിത സഹസ്രനാമാർച്ചനയും ഒരുപോലെ ചെയ്യുന്ന ഒരു ക്ഷേത്രമാണ് ഈ ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൻ്റെ ഗർഭഗൃഹത്തിനുള്ളിൽ അമ്മയെപ്പോലെ തന്നെ അവിടെ വിഷ്ണു ചൈതന്യവുമുണ്ട്. ഗണപതിയുടെയും സുബ്രഹ്മണ്യ സ്വാമിയുടെയും ഒക്കെ ചൈതന്യം അവിടെ പ്രകടമാണ്. കപാലീശ്വരനും ധർമ്മശാസ്താവും അതുപോലെ തന്നെ അമ്മയുടെ അതേ രൗദ്രഭാവം ഉൾക്കൊള്ളുന്ന ചോറ്റാനിക്കര കീഴ്ക്കാവിലമ്മയും എല്ലാമുള്ള ഈ ക്ഷേത്രത്തിൽ വന്നു പോകുന്നവർ നിറഞ്ഞ സംതൃപ്തിയോടെ എന്ത് ആഗ്രഹത്തിനായിട്ടാണോ അല്ലെങ്കിൽ എന്ത് ആവശ്യത്തിനായിട്ടാണോ അമ്മയെ കാണാൻ വരുന്നവരെല്ലാം അവരുടെ ആഗ്രഹം സാഫല്യപ്പെട്ട്, അതായത് നിറഞ്ഞ മനസ്സുമായിട്ടാണ് തിരിച്ചു പോകുന്നത്. എല്ലാ ദിവസവും ഗുരുതി പൂജയുള്ള ക്ഷേത്രമാണ് ഇത്. കൊടി കയറിയാൽ ആറാട്ട് വരെ നിത്യവും ആറാട്ടുള്ള ക്ഷേത്രമാണ് ചോറ്റാനിക്കര ക്ഷേത്രം. ചോറ്റാനിക്കരയിലെ മകം വളരെ വിശേഷപ്പെട്ടതാണ്. ചിരട്ടയിൽ നേദ്യം നടത്തുന്ന ആദ്യത്തെ നേദ്യം ചിരട്ടയിലാണ്. ചിരട്ടയിൽ നേദ്യം നടത്തുന്ന ക്ഷേത്രമാണ്. അങ്ങനെ ചോറ്റാനിക്കര ക്ഷേത്രത്തിന് ഒരുപാട് പേരുകളുണ്ട്. പ്രഭാതത്തിൽ മൂകാംബിക ദേവിയുടെ ഒരു അംശഭാവവും കൂടി ഇവിടെ ചോറ്റാനിക്കര അമ്മയിൽ ദർശിക്കാവുന്നതാണ്. ദുർഗാഭാവവും സരസ്വതീഭാവവും ലക്ഷ്മീഭാവവും പിന്നെ കാളീഭാവവും പിന്നെ നമുക്ക് ചോറ്റാനിക്കര അമ്മയിൽ കാണാം. ചോറ്റാനിക്കര അമ്മയെ സ്തുതിക്കുവാൻ എല്ലാവർക്കും എളുപ്പമാണ്. അവിടുത്തെ 4 വരി ശ്ലോകം ആ അമ്പലത്തിലെ ക്ഷേത്രത്തിലെ ഓരോ മണൽത്തിരിയിലും മുഴങ്ങിക്കേൾക്കുന്ന ശബ്ദമാണ്. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ഈ ക്ഷേത്രത്തിനുള്ളിലേക്ക് കടന്നു കഴിഞ്ഞാൽ എപ്പോഴും കേൾക്കുന്ന ഈ ശബ്ദം, ഈ അമ്മയും നാരായണനും അമ്മയും നാരായണനും ലക്ഷ്മി നാരായണനും ഈ ശബ്ദം നമ്മുടെ മനസ്സിന് എന്തെന്നില്ലാത്ത ഉണർവും ഉന്മേഷവും നൽകും. എല്ലാവരും എല്ലാ ദിവസവും അമ്മയുടെ ഈ നാമം ജപിക്കൂ. എല്ലാ കഷ്ടതകളും മറന്ന് അമ്മയുടെ ആ പാതാരവിന്ദങ്ങളിൽ നമിച്ചുകൊണ്ട് ഈ പ്രാർത്ഥന ചൊല്ലൂ. നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും അമ്മ സാധിച്ചു തരും. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. അമ്മ തന്നാശ്രയം, ദേവി തന്നാശ്രയം, അമ്മയല്ലാതെ മറ്റാരുമില്ല. ഒരുപാട് പേർക്ക് അഭയം നൽകുന്ന, ബാധാദോഷം കൊണ്ട് വലയുന്ന, കഷ്ടതകൾ അനുഭവിക്കുന്ന എല്ലാവരുടെയും ആശ്രയ കേന്ദ്രം, അഭയ കേന്ദ്രമാണ് ചോറ്റാനിക്കര ക്ഷേത്രം. ഇവിടെ വരുന്ന ഒരാളും വിഷമിച്ച് തിരിച്ചു പോകേണ്ടതായി വരികയില്ല. തീർച്ചയായും അമ്മയെ ദർശനം നടത്തി സായുജ്യം നേടി തിരിച്ചു പോകാൻ സാധിക്കട്ടെ. അമ്മയുടെ അടുത്ത് എറണാകുളം ജില്ലയിലെ ചോറ്റാനിക്കര ക്ഷേത്രം മഹാക്ഷേത്രമാണ്. അമ്മയെ ദുർഗയായും ഭദ്രയായും കാണാം. അമ്മയുടെ എല്ലാ ഭാവങ്ങളും കണ്ട് ശിവേലിയും തൊഴുത് ഗുരുതി പൂജയും തൊഴുത് അന്നദാനമൊക്കെ സേവിച്ച് സന്തോഷത്തോടെ മടങ്ങിപ്പോകുവാനായി എല്ലാവരും ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരുക. ഈ അമ്മയുടെ അനുഗ്രഹത്തിന് പാത്രീഭവിക്കുക. മാത്രവുമല്ല, മണ്ഡപത്തിൽ പാട്ട് എന്ന ഒരു വിശേഷം കൂടി ഈ ക്ഷേത്രത്തിലുണ്ട്. അമ്പലത്തിനകത്ത് ശ്രീകോവിലിനുള്ളിലുള്ള ദേവിയെയും ഉപദേവതയായിരിക്കുന്ന ശാസ്താവിനെയും ഒരുമിച്ചിരുത്തിയിട്ടുള്ള മണ്ഡപത്തിൽ പാട്ട് ഈ ക്ഷേത്രത്തിലെ മാത്രം വിശേഷമാണ്. ഒരുപാട് വിശേഷങ്ങൾ ഇനിയും പറയുവാനുണ്ട്. മറ്റൊരു വീഡിയോയിൽ വരാം. എല്ലാവർക്കും അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. മണ്ഡപത്തിൽ പാട്ട് കണ്ട് അനുഗ്രഹം നേടുവാനായി എല്ലാവർക്കും സാധിക്കട്ടെ. നന്ദി, നമസ്കാരം.